ഹലോ ഗൈസ്, ഇതിവിടെ ചൂടമീൻ എന്ന് പറയും. ചില സ്ഥലത്ത് നത്തോലി, പല പല പേരിലാണ് അറിയപ്പെടുന്നത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇതിൻ്റെ തോരനാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഉണ്ടമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മാങ്ങ ചെറിയ കഷ്ണമാക്കിയതായത് കേട്ടോ. പച്ചമാങ്ങ, ഇപ്പോൾ പച്ചമാങ്ങ കാലമാണല്ലോ, അപ്പോൾ പച്ചമാങ്ങ നമ്മൾ പുളി യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ വെട്ടി വൃത്തിയാക്കിയ മീനും കൂടി മിക്സാക്കി ഒരു 10-15 മിനിറ്റ് വെക്കുവേ, ഒന്ന് മാരിനേറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ തിളച്ചപ്പോൾ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു. ഇത്രേ ഉള്ളൂ പണി ഗൈസ്. പണി ഏതാണ്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ എണ്ണയായിട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടേക്കാണ്. ആരും ഇത്ര സ്പീഡിലൊന്നും മീൻ ഇളക്കി കൊടുക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഒരു അളവനുസരിച്ച് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അരപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ച് ഇത് അടച്ച് വയ്ക്കുക. പണി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മുടെ മീൻപീര സെറ്റായി കഴിഞ്ഞു ഗൈസ്. എന്നിട്ട് ഇത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടാവും. തേങ്ങയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഈ ആവിയിൽ തന്നെ ഇരുന്ന് വെന്തോളും ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും, ഉണ്ടമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം മീൻപീര നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചൂടമീൻ നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി മാങ്ങക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.